എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്, നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾ കേരള PSC ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് ഡിഗ്രി ലെവൽ പ്രിലിംസിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടവരാണ്. അപ്പോൾ പരീക്ഷകൾ തൊട്ടടുത്തുണ്ടാവും. നമുക്ക് ഒരു ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ നമുക്ക് പ്രിലിംസ് പരീക്ഷകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഒരു 3-4 ഘട്ടമായിട്ടൊക്കെ ആയിരിക്കും ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉണ്ടാവുക. ഓക്കെ, നമുക്കറിയാം ഒട്ടനവധി നോട്ടിഫിക്കേഷനുകൾ. അപ്പം ഡിഗ്രി ലെവലിൽ തന്നെ നമുക്കറിയാം നമ്മുടെ അസിസ്റ്റന്റ് ഓഡിറ്റർ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് നമ്മുടെ കോമൺ പ്രിലിംസിന്റെ കൂടാണ്. SI സബ് ഇൻസ്പെക്ടർ വിളിച്ചു, അത് നമ്മുടെ കോമൺ പ്രിലിംസിന്റെ കൂടാണ്. എക്സൈസ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട്, അപ്പൊ അത് കോമൺ പ്രിലിംസിന്റെ കൂടാണ്. അപ്പോ കോമൺ പ്രിലിംസിന്റെ കൂടെ ഒട്ടനവധി പരീക്ഷകളാണ് വരുന്നത്. അപ്പോ നമ്മളുടെ ആദ്യ ലക്ഷ്യം പ്രിലിംസ് പരീക്ഷ പാസ്സാവുക എന്നുള്ളതാണ്, അല്ലെ? നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു പ്രിലിംസ് പരീക്ഷ കവർ ചെയ്ത് മെയിൻസ്, നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനൊക്കെ 2 മെയിൻസ് പരീക്ഷകളുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിലിമിനറി പരീക്ഷയുടെ ഒരു ചെറിയ ഭാഗം കൂടെ, അതായത് കെമിസ്ട്രിയും ഒക്കെ ആഡ് ചെയ്തിട്ട് ഫിസിക്സും ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് മെയിൻസിന്റെ പാർട്ട് 1 ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറെ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പഠിക്കാത്തത് കൊണ്ട്. ഓക്കെ, പാർട്ട് 2 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പാർട്ട് 2 കുറേയും കൂടെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വളരെ വളരെ ഡീപ്പ് ലെവലിലേക്ക് വളരെ വിശാലമായിട്ട് ഉള്ളൊരു സിലബസ് ആണ്. അത് നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളാണ് കൂടുതൽ പേരും. അപ്പോ അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ, പ്രിലിംസ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ അതിന്റെ ഒരു പ്രിപ്പറേഷനോടെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനുമായിട്ട് മാസ്റ്റർ കെ അക്കാഡമി ഒരു ഡിഗ്രി പ്രിലിംസിന്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഫീസിലാണ് വളരെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. ഏറ്റവും ചെറിയ ഫീസിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന് മാത്രം 999 രൂപയാണ് ഫീസ്. ഓക്കെ, അത് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ വരെ ഉപയോഗിക്കാം. അത് വെറുതെ റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമല്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമല്ല, കൃത്യമായി വീക്കിലി ലൈവ് സെക്ഷൻസും ഉണ്ടാവും. ആഴ്ചയിൽ 3-4 സെക്ഷൻസ് ലൈവ് മാത്രം ഉണ്ടാവും. ബാക്കി റെക്കോർഡ് സെക്ഷൻസ് ഉണ്ട്, പ്രിന്റബിൾ ഫോർമാറ്റിൽ PDF മെറ്റീരിയൽ ഉണ്ട്. എല്ലാ വീക്കിലും എല്ലാ ദിവസവും സ്റ്റഡി പ്ലാൻ പ്രകാരം എക്സാം ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം എങ്ങനെ പോകണം കൃത്യമായി. നമുക്ക് സിലബസ് കവർ ചെയ്താൽ മാത്രം മതിയോ? മാക്സിമം പരീക്ഷകൾ എഴുതി വേണ്ടേ നമുക്ക് പരിശീലിക്കാൻ? ഈ ഒരു കോഴ്സിനൊപ്പം നിങ്ങൾക്ക് മോഡൽ എക്സാമുകൾ തരും. ഏറ്റവും അവസാനം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാമുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ 100 ദിവസ സ്റ്റഡി പ്ലാൻ. ആ 100 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിനെ 100 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്ത് ആ 100 ദിവസം നമ്മൾ കൃത്യമായി പഠിച്ച് അന്ന് ഈവനിങ് എക്സാം എഴുതി നമ്മൾ കൃത്യമായിട്ട് പോകും. നമുക്ക് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പരീക്ഷ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത പരീക്ഷയിലേക്ക് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠനം നേരത്തെ ആരംഭിക്കാനും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഒന്ന് നോക്കാം. നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഒരു 10 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതുപോലെ 100 ദിവസമുണ്ട്. 100 ദിവസമായിട്ടാണ് സിലബസിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ദിവസം നോക്കിയേ, ഡേ 1 എന്താ? ഇംഗ്ലീഷ് ടെൻസിന്റെ പാർട്ട് 1, ടെൻസസ് പാർട്ട് 1, ഇംഗ്ലീഷ് ടെൻസസ് പാർട്ട് 1. നമുക്കറിയാം ഇംഗ്ലീഷും മലയാളവും അതുപോലെ മാത്സ് ആൻഡ് റീസണിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് കടക്കാൻ ഏറ്റവും നല്ലൊരു വഴി, നന്നായിട്ട് സ്കോർ ചെയ്യേണ്ട മേഖലകളാണ് 20 മാർക്ക് ഇംഗ്ലീഷ് വരുന്നതും മാത്സ് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ മാത്സ് ആൻഡ് റീസണിങ്ങും അതുപോലെ തന്നെ മലയാളവും നമുക്ക് ക്രാക്ക് ചെയ്താൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മേഖലകളിൽ നന്നായി സ്കോർ ചെയ്താൽ വളരെ പെട്ടെന്ന് നമുക്ക് ഡിഗ്രി പ്രിലിംസ് കടക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കി, അതിനായിട്ടാണ് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഡേ 1 ഇംഗ്ലീഷ് ടെൻസസ്, മലയാളത്തിലെ വചനം, കോൺസ്റ്റിറ്റ്യൂഷനിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇത് നമ്മൾ ഡേ 1 പഠിക്കും. ഡേ 1 പഠിച്ചിട്ട് നമ്മൾ കൃത്യമായി പരീക്ഷ എഴുതും. കൃത്യമായി പരീക്ഷ എഴുതിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായി പരീക്ഷ എഴുതിയിട്ട് നമ്മൾ അതിന്റെ ലൈവ് സെക്ഷനുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സംശയങ്ങളൊക്കെ അവിടെ തീർക്കാൻ പറ്റും. ആ ലൈവ് സെക്ഷൻ നമുക്ക് തീർക്കാം. ഓക്കെ, ഡേ 2 ഇംഗ്ലീഷ് ടെൻസിന്റെ ബാക്കി പാർട്ടുകൾ. ഇംഗ്ലീഷിന്റെ ടെൻസിന്റെ പാർട്ട് 2, എക്കണോമിക്സിലെ ഇന്ത്യൻ സാമ്പത്തിക രംഗം, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ് പാർട്ട് 1 and 2. ഇതിന്റെ ക്ലാസ്സുകൾ എനി ടൈം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് പഠിക്കാം.
നിങ്ങളുടെ സൗകര്യത്തിന് പഠിക്കാം. എനി ടൈം ഈ ക്ലാസ്സുകളൊക്കെ ആപ്പിൽ എക്സാം വരെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. ഡേ 3 എക്കണോമിക്സില് പഞ്ചവത്സര പദ്ധതികള്, മലയാളത്തിലെ കഥാപാത്രങ്ങള്, കൃതികള്, വിശേഷണങ്ങള്, മലയാളത്തിലെ കഥാപാത്രങ്ങള്, കൃതികള്, വിശേഷണങ്ങള്, ജിയോഗ്രഫിയിലെ ആഗോള പ്രശ്നങ്ങൾ. ഡേ 3 ആണ്. ഡേ 3 ജിയോഗ്രഫിയുടെ ആഗോള പ്രശ്നങ്ങൾ എന്നിവയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഡേ 4 നോക്കൂ. ഡേ 4ൽ ഇംഗ്ലീഷില് റിപ്പോർട്ടഡ് സ്പീച്ച് പാർട്ട് 1, ഇംഗ്ലീഷില് റിപ്പോർട്ടഡ് സ്പീച്ച് പാർട്ട് 1, മലയാളത്തിലെ ആദ്യ കൃതികൾ, ജിയോഗ്രഫിയിലെ ഭൂമിയുടെ ഘടന, അത് ഇത്രയും കൂടെ ഡേ 4ൽ പഠിക്കും, പരീക്ഷ എഴുതും. ഡേ 5ല് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഹാർഡ്വെയർ ഇൻപുട്ട് ഡിവൈസസ്, ജിയോഗ്രഫിയിലെ കാറ്റുകൾ, സിവിക്സിലെ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ് നമ്മൾ ഡേ 5ൽ പഠിക്കുന്നത്. ഡേ 6 ഒരു റിവിഷൻ ആണ്. ഡേ 6 എന്തുവാ? ഒരു റിവിഷനാ. റിവിഷൻ എന്തിനാ വരുന്നേ? നിങ്ങൾ ഈ 5 ദിവസം പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാൻ, ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ, അതിനാണ് നമ്മൾ എന്ത് തരുന്നത്? ഡേ 6 റിവിഷൻ തരുന്നത്. ഓക്കെ. വളരെ എഫക്റ്റീവ് ആണിത്. നിങ്ങൾ 5 ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ 6ന്റെ അന്ന് ആ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്തേ. അത് വളരെ സിസ്റ്റമാറ്റിക് വേ ആണ്. ഡേ 7 ഏതാ? ഇംഗ്ലീഷിലെ റിപ്പോർട്ടഡ് സ്പീച്ച് പാർട്ട് 2, എക്കണോമിക്സിലെ ഇന്ത്യൻ സാമ്പത്തിക രംഗം, കമ്പ്യൂട്ടർ സയൻസിലെ ഔട്ട്പുട്ട് ഡിവൈസ് എന്നിവയാണ് നമ്മൾ ഡേ 7ൽ പഠിക്കും. ഡേ 7ൽ പഠിക്കും. ഓക്കെ. അതുപോലെ ഡേ 8 എന്തുവാ? ഇംഗ്ലീഷിൽ റിപ്പോർട്ടഡ് സ്പീച്ച് പാർട്ട് 3, അതുപോലെ എക്കണോമിക്സിൽ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്, മലയാളത്തിലെ തൂലികാ നാമങ്ങൾ ആൻഡ് എഴുത്തുകാർ പാർട്ട് 1 and 2. ഡേ 9 ജിയോഗ്രഫി, ഫിസിയോഗ്രഫി ഇൻ ഇന്ത്യ, സിവിക്സിലെ ലോക്പാൽ ലോകായുക്ത നിയമങ്ങൾ, അവ വന്ന കാലഘട്ടങ്ങൾ, അവ മുഴുവൻ കാര്യങ്ങൾ. അതുപോലെ തന്നെ മലയാളത്തിലെ തൂലികാ നാമങ്ങൾ ആൻഡ് എഴുത്തുകാർ പാർട്ട് 3. ഡേ 10 ജിയോഗ്രഫി ഭൂമിയുടെ ഘടന, കമ്പ്യൂട്ടർ സയൻസിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നിവയാണ് നമ്മൾ ഡേ 10. അപ്പോ ഈ 10 ദിവസം കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ, 10 ദിവസം കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിനിടയിൽ 5 ദിവസം കഴിയുമ്പോൾ 6ന്റെ അന്ന് എന്തുണ്ട്? റിവിഷൻ ഉണ്ട്. ഈ 10 ദിവസം കഴിയുമ്പോൾ 11നോ അല്ലെങ്കിൽ 12നോ റിവിഷൻ വരും. അങ്ങനെ കൃത്യമായിട്ട് പോകുന്ന ഒരു 100 days സ്റ്റഡി പ്ലാൻ കൊണ്ട് നമ്മൾ ഡിഗ്രി പ്രിലിംസ് കവർ ചെയ്യും. മാക്സിമം പരീക്ഷ എഴുതും, മാക്സിമം വർക്ക്ഔട്ട് ചെയ്യും, മാക്സിമം MCQ ഡിസ്കഷൻസ് ലൈവ് അറ്റൻഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ. അപ്പോ വെറും 999 രൂപ മാത്രമാണ് കോഴ്സിന്റെ ഫീസ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, കൃത്യമായിട്ട് പഠിക്കാം, കൃത്യമായിട്ട് എക്സാം എഴുതാം, കൃത്യമായിട്ട് മുന്നോട്ട് പോകാം. പരിശീലിപ്പിക്കാനും അതുപോലെ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഗൈഡൻസിനും കോഴ്സ് മെന്റർമാരുണ്ടാവും. ഓക്കെ. അപ്പോ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു 3 മാസം കൊണ്ട് നമുക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ മുഴുവൻ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിനുശേഷം നമുക്ക് മെയിൻസ് പരീക്ഷകളുടെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത പാർട്ടുകളിലേക്ക് കടക്കാനും കഴിയും. മെയിൻസിന്റെ പഠനം നമുക്ക് നേരത്തെ ആക്കാൻ കഴിയും. ഇതിന്റെ കൂടെ തന്നെ നേരത്തെ ആക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ പ്രിലിംസ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. എന്നെങ്കിലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. നമുക്കറിയാം, ലക്ഷക്കണക്കിന് പേര് അപ്ലൈ ചെയ്യുന്ന പരീക്ഷകളാണിവ. ഈ പരീക്ഷകളിലൊക്കെ നമ്മളെ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, കേരള PSC ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പുതിയ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. മാക്സിമം നിങ്ങളെ പുതിയ ടൈപ്പ് ചോദ്യങ്ങൾ പരിശീലിപ്പിക്കും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുടെ പ്രത്യേക സെക്ഷനുകൾ ഉണ്ടാവും. ഓക്കെ. അപ്പോ അത് പരിശീലിപ്പിക്കുന്ന മാത്രമല്ല, കൃത്യമായിട്ട് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കും വരെ കൃത്യമായ ഗൈഡൻസ് ഉണ്ടാവും. കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. വളരെ സിസ്റ്റമാറ്റിക് രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പോ ഡിഗ്രി പ്രിലിംസിന്റെ 100 days സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. മാസ്റ്റർ കീ ദ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓൺലൈനായിട്ട് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം, യാത്ര തുടരാം. ഓക്കെ. അപ്പോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഓക്കെ. താങ്ക് യു.